അയ്യോ ലേറ്റ് ആയല്ലോ ദൈവമേ. എന്താ പാർവതി ഇങ്ങനെ കിടന്നുറങ്ങിയേ? സാറിന്റെ വൈഫിന്റെ ചടങ്ങ് ഇന്നല്ലേ നടക്കാൻ പോകുന്നേ. ഇതെന്താ രാവിലെ എഴുന്നേറ്റ് റെഡിയായല്ലോ? ഒരുപക്ഷെ ആ ചടങ്ങിന് വന്നാൽ എന്താ ചെയ്യാ? അമ്മ, ഇവളാണ് ആർജെ പാർവതി എന്ന് മഹേന്ദ്രൻ അറിയുന്നതിന് മുൻപ് ഇവളെ മഹേന്ദ്രനെ കൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിക്കണം. ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ് പുറത്താക്കുന്നത് വലിയ ബുദ്ധിമുട്ടാവും. ശരിയാക്കി തരാം. എങ്ങോട്ടാ രാവിലെ റെഡിയായിട്ട്? അതല്ല മാഡം, ഇന്ന് സാറിന്റെ വൈഫിന്റെ ചടങ്ങല്ലേ, അതിനാ പോകുന്നേ. അല്ല മാഡം, മാഡം വരുന്നില്ലേ? എന്റെ കാര്യം നീ എന്തിനാ അറിയുന്നേ? പക്ഷെ ഈ ചടങ്ങ് വളരെ പേഴ്സണൽ ആണ്. ഓൺലി ഫാമിലി മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. നീ ഇവിടെ തന്നെ ഇരിക്കുക കേട്ടോ. അയ്യോ, അല്ല അപ്പൊ നിങ്ങൾക്കും പോവാൻ പറ്റില്ലല്ലോ? വേറൊന്നുമല്ല, നിങ്ങളും ഈ കുടുംബത്തിലുള്ള ആളല്ലല്ലോ. മാഡത്തിന്റെ ഫ്രണ്ട്, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞ. നീ എന്തിനാ എന്നെ നിന്നെ കമ്പയർ ചെയ്യുന്നേ? നിന്നെ പോലെയാണോ ഞാൻ? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. നീ അവിടേക്ക് വരേണ്ട യാതൊരു ആവശ്യമില്ല. അവിടെ എന്തായാലും കുട്ടികൾ വരില്ലേ, അവര് നോക്കാന്നുള്ളതല്ലേ എന്റെ ജോലി. ആ ജോലി ചെയ്യുന്നതിനല്ലേ എനിക്ക് ശമ്പളം തരുന്നത്. ഏയ്, വരാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ? ഈ വീട്ടിൽ ഞാൻ പറയുന്നത് മാത്രമേ നടക്കൂ. ഇനി നീ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞാ ഞാൻ സംസാരിക്കാൻ നിൽക്കില്ല. പറയുന്ന ജോലി മാത്രം ചെയ്താൽ മതി. ഇതിലെന്തായാലും ക്ലാരിറ്റി വേണം മാഡം. എന്ത്? അതല്ല, കുട്ടികളെ ആര് പറയുന്നത് പോലെ നോക്കണ്ടേന്ന്. ഇവിടുത്തെ വലിയ ആൾക്കാർ പറയുന്ന പോലെയാണോ, കുട്ടികളുടെ അച്ഛൻ പറയുന്ന പോലെയാണോ, അതോ അമ്മയുടെ ഫ്രണ്ടായി നിങ്ങൾ പറയുന്ന പോലെയാണോന്ന്. ഇതിലൊരു ക്ലാരിറ്റി വരുത്തുന്നത് എന്തായാലും നന്നായിരിക്കും. ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലേ എല്ലാം എന്റെ തലയിലായി പോവും. ഞാൻ വേണമെങ്കിൽ സാറിനോട് ചോദിച്ചു നോക്കാം. സാർ ആര് പറയുന്നത് പോലെ നോക്കണമെന്ന് പറയുന്നോ, ഞാൻ അതുപോലെ നോക്കിക്കോളാം. ഇപ്പൊ ഞാൻ എന്തായാലും വന്നില്ലേ, മാഡം റിലാക്സ് ആയിട്ടിരുന്നോ, ഞാൻ നോക്കിക്കോളാം. ആകാശത്ത് പറക്കുന്ന നിന്റെ ചിറകരിഞ്ഞ് പാതാളത്തിലേക്ക് ഞാൻ പറഞ്ഞയച്ചിരിക്കും. മഹേന്ദ്രനും അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും പറയുന്നത് പോലെയാണോ അതോ ഞാൻ പറയുന്നത് പോലെയാണോ കാര്യങ്ങൾ നടക്കുന്നതെന്ന് പിന്നെ പറയാം. ഇവരിതെന്തിനാ വന്നേ? അല്ല എന്താ പറഞ്ഞേ? അതിന്റെ ഇടയ്ക്ക് എന്തിനാ പോയേ? എന്തോ ഈ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ സ്വഭാവ. ആദ്യം അച്ഛന് വേണ്ടി സിഗ്നേച്ചർ കിട്ടട്ടെ, എന്നിട്ട് മെല്ലെ മാനേജ് ചെയ്തോളാം. അയ്യോ, ടൈമായി. എത്ര നേരമായി നീ ഇവിടെ വന്നിട്ട്? ഇപ്പോഴാ വന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞ എപ്പോ? മാഡം അകത്തേക്ക് പോയപ്പോ. മുഴുവനും നീ കേട്ടോ? കേട്ടു മാഡം. അല്ല, ആ പെൺകുട്ടി പാവമാണോ ബുദ്ധിയുള്ളതാണോ അറിഞ്ഞോ അറിയാതെയോ മാഡത്തിനെ കുത്തിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ. ആ പെണ്ണ് വന്നിട്ട് 1 മണിക്കൂർ പോലും ആയില്ല. അതിനുള്ളിൽ മാഡത്തിനെ ഒതുക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഈ പെണ്ണ് പോകുന്ന സ്പീഡ് കണ്ടിട്ട് നിങ്ങളെല്ലാവരെയും കടന്ന് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്ന തോന്നുന്നത്. അവൾ എത്ര സ്പീഡിൽ വന്നാലും മഹേശ്വരിയുടെ സ്പീഡ് ബ്രേക്കറിന് മുമ്പിൽ നിന്നേ മതിയാവും. 2 ദിവസം കഴിഞ്ഞ് ഈ ജോലി വിട്ട് ഓടി പോവേണ്ടവളാ. അവളോട് എനിക്കെന്തിനാ വഴക്ക്? ആ പറഞ്ഞത് ശരിയാണ് മാഡം. മാഡം, ഞാൻ എപ്പോഴും അവളുടെ മേലെ ഒരു കണ്ണ് വെച്ചേക്കാം. മാഡം റിലാക്സ് ആയിരിക്കും, ബാക്കി ഞാൻ ഏറ്റു. ആ പെണ്ണ് പറഞ്ഞ റിലാക്സ് അല്ല, ഇത് ശരിക്കുള്ള റിലാക്സാ മാഡം. വാ, ആ കിളവനും കിളവി ഇപ്പൊ വരും. ശരി. ഇപ്പൊ ഇതെല്ലാം കേട്ടിട്ട്
എനിക്ക് തരുന്ന റെസ്പെക്റ്റിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ മാഡം മാഡം തരുന്ന ശമ്പളത്തിലാ ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നേ. മാഡത്തിന് അങ്ങനെ എന്തെങ്കിലും റെസ്പെക്റ്റിൽ ഞാൻ കുറവ് വരുത്തോ? വന്നേ. എല്ലാം പെട്ടെന്ന് എടുത്തു വെക്കില്ല. ആ എടുത്തു വെക്കല്ലേ. എത്ര നേരമായി രാഘവ, ഒന്ന് വേഗം എടുത്തു വെക്ക്. കഴിഞ്ഞു സർ. ആ ലീലേ, ആ വലിയ മാഡം. ചടങ്ങിന് ആവശ്യമുള്ളതെല്ലാം എടുത്തു വെച്ചോ? ആ എടുത്തു വെച്ചു. ഇനി അവിടെ പോയിട്ട് മറന്നുപോയിന്ന് പറയരുത്. എല്ലാം ഉണ്ടോ ഒന്നുകൂടെ നോക്കിക്കോ. മഹേന്ദ്ര, സമയം പോകുന്നു മോനെ, ഒന്ന് വേഗം ഇറങ്ങി വാ. മകളെ, അതെ മകളെ, മകളെ, മക ഇതെന്തൊരു അതിശയവാ. ഈ മകളെ ഒരിടത്തും കാണാനില്ലല്ലോ. നാം ഇവിടെ വിശ്രമിക്കുന്ന സമയത്ത് മകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമ്മെ ശല്യപ്പെടുത്തുമായിരുന്നു. മകൾ ഇത് എങ്ങോട്ടാ പോയിരിക്കുന്നത്? ആ രക്ഷാകവചം പോയതിനു ശേഷം മകൾ നമ്മെ നന്നായി കബളിപ്പിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പോയി നമുക്ക് നോക്കാം അവിടെ എന്താ നടക്കുന്നതെന്ന്. ലീല, പെട്ടെന്ന് എടുത്തു ആ വെക്കേ. ദേ ഇപ്പൊ കഴിയും. മഹേന്ദ്ര, സമയമായി. ആ പൂജാരി, ദാ ഇറങ്ങ, ഉടനെത്താം. ആ എല്ലാം എടുത്തു വെച്ചു. ഇറങ്ങ മക്കളെ, വേഗം ഇറങ്ങി വാ. മകളെ, മകളെ, കൃഷ്ണ പരമാത്മാവിന് പ്രണാമം. മകളെ, 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 എവിടെയാണ്? ഈ മകൾ ഇപ്പോഴും വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങാൻ ഒരുപാട് സമയമെടുക്കുമെന്നാണ് കേട്ടിട്ടുള്ളത്. ഒരു പക്ഷേ ഈ മകളെ കണ്ട് മതിമറന്ന് മറ്റേ മകൾ ഇവിടെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. മകളെ, വിചിത്രമായിരിക്കുന്നല്ലോ. എവിടെ അന്വേഷിച്ചിട്ടും മകളെ കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ ഇവിടേക്ക് പോയിട്ട് എന്താ കാര്യം? താഴെ പോയി അന്വേഷിക്കാം. എന്താ മകളെ, നീ നമ്മോട് കണ്ണുപൊത്തി കളിക്കുകയാണല്ലേ? മകളെ, മകളെ, എഴുന്നേൽക്ക് മകളെ. അയ്യോ, എന്താ ഗുപ്ത ഇത്? നിങ്ങൾ എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ. പാവം, ഇത്രയും നാൾ പുറത്തു കഴിഞ്ഞിട്ട് കുട്ടികൾ സമയാസമയം ആഹാരം കഴിച്ചോ, അമ്മായിയുടെ അമ്മാവന്റെ ആരോഗ്യം തൃപ്തികരമാണോ എന്ന് അന്വേഷിച്ച് ഭർത്താവിന്റെ നന്മതിന്മകളെക്കുറിച്ച് ചിന്തിച്ച് ഇവരെ പറ്റി മാത്രം ആലോചിച്ച് മകളുടെ സ്വന്തം കാര്യം മറന്നുപോയി. കണ്ണടച്ചു പോലും ഉറങ്ങാതെ ഈ വീടിന് കാവലിരിക്കുകയായിരുന്നു. ഇപ്പോൾ തന്നെ തന്റെ ഭർത്താവുമായി ചേർന്ന് കിടക്കുന്നത് ആലോചിച്ച് സമാധാനത്തോടെ മകൾ കിടന്നുറങ്ങുന്നത് നാം കാണുന്നു. അതിന് നാം ഭംഗം വരുത്തുന്നില്ല. ഇന്നോടുകൂടി നിനക്ക് മുക്തി ലഭിക്കാൻ പോവുകയാണ്. ലീലേ, ഒന്ന് പെട്ടെന്ന് എടുത്തു വെക്കേ. ആ എടുത്തു വെക്കാൻ മാഡം. സമയായി. ഇപ്പൊ കഴിയും. ആ ഞങ്ങൾ ഇറങ്ങുവാണ്, ഒന്നും മറന്നിട്ടില്ല. ഇങ്ങനെ താമസിച്ചാ എങ്ങനാ മോനെ? വാ പോവാം. രാഘവ, സർ. വേഗം എടുക്ക്. പെട്ടെന്ന് എടുത്തോണ്ട് വാ. ശരി സർ. ലീലേ, ആ സഞ്ചൂടി എടുത്തു. ആ ശരി.
ആ മാഡം, ആ പെണ്ണ് ഇതുവരെ താഴെ വന്നിട്ടില്ല. ഞാൻ പോയി വിളിക്കട്ടെ. എന്തിന്? ആ കിളവനെയും കിളവയും തലയിൽ വെച്ച് നടക്കാനാണോ? ഒരാവശ്യമില്ല. ഒരുപക്ഷെ നമ്മളിവിടെ നിറങ്ങാൻ നേരത്തെ അവള് താഴോട്ടിറങ്ങി വന്നാ അവളോട് എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ട് വരാത്ത രീതിയിലാക്കണം. വാ. ആ മിസ്സമ്മ എവിടെ കാണുന്നില്ലല്ലോ? അഞ്ജു എന്താ മോളെ? ആ മിസ്സമ്മ എവിടെയെന്നാ നോക്കുന്നേ? മിസ്സമ്മയോ? അതെ ഡാഡി. അത് മഹേന്ദ്ര, പുതിയതായി വന്ന കെയർടേക്കറെ കുറിച്ചാ. അത്രേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചടങ്ങിന് അവരെന്തിനാ മോളെ വിളിക്കുന്നത്? അവരിവിടെ തന്നെ നിൽക്കട്ടെ, നമുക്ക് പോവാം. നടക്കാം. നിക്ക്, ഞാൻ കേറിയിട്ടില്ല. ഹലോ. അയ്യോ, ഇതെന്താ എന്നൊരാളെ മാത്രം വിട്ടിട്ട് പോയത്? ചടങ്ങ് എവിടെ നടത്തുന്നുള്ള അഡ്രസ് പോലും അറിയില്ല. ഇതിനാണോ നീ രാവിലെ തന്നെ എണീറ്റ് റെഡിയായേ? ഞാൻ ചിലപ്പോ അവര് തെറ്റിദ്ധരിക്കുന്നതായിരിക്കും. അവര് ചിലപ്പോ തിരിച്ചു വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോവായിരിക്കും. നമുക്ക് വേറൊരു ദിവസം കാണാം. ഒരു തവണ അവരെ ഒന്ന് വിളിച്ചു നോക്കാം. ഇവരിതാ പിന്നെയും ഫോൺ ചെയ്യാൻ തുടങ്ങി. കാണണമെന്ന് പറയും, കാരണം പറയില്ല. ഹലോ. ഹലോ, പറയൂ. ഇന്ന് നിങ്ങൾ ലഞ്ച് കഴിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ വരണം. എന്തേ പറയുന്നേ? എന്തോ അമ്മായിമ്മയുടെ വീട്ടിലോട്ട് വരാൻ പറയുന്നത് പോലെ ഇത്ര അധികാരത്തിൽ എന്നോട് സംസാരിക്കുന്നേ? അയ്യോ, ഞാൻ ആ ഉദ്ദേശത്തിൽ പറഞ്ഞല്ല. നിങ്ങൾ ഇനി എന്ത് ഉദ്ദേശത്തിൽ പറഞ്ഞാലും ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല. വേണമെങ്കിൽ നാളെ വരാം. അയ്യോ, അതുപോരാ, ഇന്ന് തന്നെ വരണം. എക്സ്ക്യൂസ് ഒന്നും പറയരുത് പ്ലീസ്. അതെന്താ? നാളെ നിങ്ങൾ ലഞ്ച് ഒന്നും ഉണ്ടാക്കി കഴിക്കില്ലേ? ഇനി ഉണ്ടാക്കിയാലും വേറെ ആർക്കും കൊടുക്കില്ലേ? അത് പിന്നെ അത് നിങ്ങളിവിടെ വന്നാലേ അറിയാൻ കഴിയൂ. കാണണമെന്ന് പറയുന്നു, കാരണം പറയില്ല. ലഞ്ചിന് വരാൻ പറയുന്നു, എന്തിനാന്ന് ചോദിച്ചാ വന്നാലേ അറിയാൻ പറ്റൂന്ന്. നിങ്ങൾക്ക് എന്നോട് എന്ത് പ്രശ്നമുള്ളേ? നിങ്ങൾക്ക് എന്നോട് എന്താ പറയാനുള്ളത്? എന്നെ എന്തിനാ കാണണമെന്ന് പറയുന്നേ? അത് പിന്നെ അത് ഫോണിൽ പറയേണ്ട കാര്യമല്ല. ദൈവമേ, ഞാൻ ജോബില് ജോയിൻ ചെയ്തു. അവരുടെ വീട്ടിലും ഇന്ന് ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ടാ എനിക്കിന്ന് വരാൻ പറ്റില്ല. അയ്യോ, അങ്ങനെയാണോ? വേണമെങ്കിൽ നിങ്ങളുടെ ബോസിനോട് ഞാൻ സംസാരിക്കാം. പെർമിഷൻ വാങ്ങിച്ചിട്ട് വരാൻ പറ്റുന്ന ഫംഗ്ഷൻ അല്ലിത്. ഇത് വേറെ ഫംഗ്ഷൻ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ വിഷമം അത് തന്നെയാണ്. പറയാൻ പറ്റില്ല. നേരിട്ട് കണ്ടാലേ പറയാൻ പറ്റൂ. ജസ്റ്റ് ഒന്ന് ലഞ്ച് കഴിക്കാൻ വന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പോവാം. ഇവിടെ ഞാൻ ഇല്ലെങ്കിൽ അത് പിന്നെ വലിയ പ്രോബ്ലം ആയി മാറും. ആ പ്രോബ്ലം എന്താണെങ്കിലും എന്നോട് പറയും, ഞാൻ സോൾവ് ചെയ്യാം.
സോറി. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല. ഒരു ചെറിയ ചാൻസ് കിട്ടിയ ഞാൻ വരാൻ നോക്കാം. പിന്നെ കാണാം. ബൈ. ഹലോ ഹലോ എന്റെ വിധി. എന്തു പറ്റി മോനെ? ആരോടാ ഫോണിൽ സംസാരിക്കുന്നത്? അത് പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, ഹൈദരാബാദിലുള്ള ഒരു RJ പെൺകുട്ടിയെ ആരുവിന് ഭയങ്കര ഇഷ്ടമാണെന്ന്. ആ പെൺകുട്ടിയെ വിളിച്ചതാ. ആരും ആ പെൺകുട്ടിയും നല്ല ക്ലോസ് ആണ്. പക്ഷേ ആരും മരിച്ചു പോയ കാര്യം ആ പെൺകുട്ടിക്ക് അറിയില്ല. അതെ മുത്തശ്ശ, RJ ആന്റി എന്ന് വെച്ചാ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടാ. അല്ല ഡാഡി, ഇന്നാ RJ ആന്റി ഇവിടെ ചടങ്ങിന് വരുമോ? ഇല്ല അഞ്ജു, ആന്റി ബിസിയാണെന്നാ പറഞ്ഞേ. വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അയ്യോ, വന്നാ നന്നായിരുന്നു ഡാഡി. ആ പെണ്ണിനെ വിളിച്ച് ഈ ചടങ്ങിന്റെ കാര്യം പറ. ഇല്ലമ്മേ, നമ്മുടെ ആരുവിനെ ആ പെൺകുട്ടിക്ക് അത്രയ്ക്കധികം ഇഷ്ടമായിരുന്നു. ഞാൻ പറഞ്ഞാൽ ആ പെൺകുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് വിചാരിച്ച. നേരിട്ട് കണ്ടു പറഞ്ഞാൽ അവളത് മനസ്സിലാക്കുമെന്ന് കരുതിയാണ് ഞാൻ. ശരി മോനെ, ചടങ്ങ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ശരി അച്ഛാ. ഇവരാണെങ്കിൽ എന്നെ വേണ്ടാന്നും പറഞ്ഞ് ഇവിടെ വിട്ടിട്ട് പോയി. ഇയാളാണെങ്കിൽ കാണാൻ വാന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുക. എന്നാ പിന്നെ ഒരു മണിക്കൂറൊന്ന് പോയിട്ട് വന്നാലോ? പാവം, എത്ര അർജന്റ് ആയോണ്ടായിരിക്കും ഇങ്ങനെ വിളിച്ചിട്ടുണ്ടാവുക. ഒരു തവണ ഒന്ന് വിളിച്ചു നോക്കാല്ലേ? സിറ്റുവേഷൻ കുറച്ച് ക്രിട്ടിക്കലാണ് മോളെ. ലങ്സിൽ ഇൻഫെക്ഷൻ ഉണ്ട്. പാർവതി, ആദ്യം നിന്റെ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടുപിടിക്ക്. അതിനുശേഷം മറ്റുള്ളവരുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ പോ. ഇപ്പൊ മറ്റുള്ളവരെക്കാളും പ്രധാനം അച്ഛന്റെ ആ ട്രീറ്റ്മെന്റാ. നാളെ ആളെ ചെന്ന് കണ്ട് ആത്മാർത്ഥ ഒരു സോറി പറയാം. വേറൊന്നും സംഭവിക്കില്ല. മകളെ, പ്രഭാത വന്ദനം മകളെ. എന്നെ എഴുന്നേൽപ്പിക്കാൻ ഞാൻ പറഞ്ഞോ? എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? ശല്യമോ? നാമോ? കുറച്ചു നേരം കഴിഞ്ഞിട്ട് വന്നാ മതി എന്ന് പറഞ്ഞതല്ലേ? എന്റെ സ്വപ്നത്തില് എന്റെ ഏട്ടൻ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾ വന്ന് സംസാരിച്ചോണ്ട് നിന്നാ എനിക്ക് ശല്യമാവില്ലേ? പോയിക്കോ, ഇറങ്ങി പോയി ഇവിടുന്ന്. മിസ്റ്റർ ഗുപ്ത, ഏട്ടനെ ഇവിടെ കാണുന്നില്ല. മകള് കൂർക്കം വലിച്ചുറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹം ഇവിടെ എണീറ്റ് പോയി. അയ്യോ, അങ്ങനെയാണോ? മകളുടെ ഭർത്താവ് മകളറിയാതെ ഇവിടെ ഇറങ്ങിപ്പോയത് അറിഞ്ഞില്ലേ? ആ തടിയൻ രാഘവൻ മകളുടെ കുട്ടികളെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് മകളുടെ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് എല്ലാവരും കൂടെ പോയിരിക്കുക. അല്ല, അതെങ്ങനെയാ? നിങ്ങളെ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോയി കളഞ്ഞോ? എന്നെ ഉണർത്തിയത് പോലുമില്ല. അതിന് മകൾ മതിമറന്ന് ഉറങ്ങുകയല്ലായിരുന്നോ? മകളെ വെറുതെ എന്തിനു ഉണർത്തണമെന്ന് വിചാരിച്ചു പോയതായിരിക്കും. പിന്നെ നാം എന്താ പറയുക മകളെ? മകളെ കാണാനോ ശബ്ദം കേൾക്കാനോ കഴിയില്ല. അങ്ങനെയുള്ളപ്പോ നിന്റെ ഭർത്താവ് നിന്നെ എങ്ങനെയാ വിളിച്ചുണർത്തുക? നല്ല കഥയായി. മകൾക്കാരും ചോറും ആരും തന്നില്ലല്ലോ എന്ന് ചോദിക്കാത്തത്. ശരിയോ? അല്ല, അവര് പോയിട്ട് എത്ര നേരമായി? ഇപ്പോഴാ അവര് പുറപ്പെട്ടു പോയത്. ആ ശരി, പോകാം. നമുക്കും കൂടി പോവാം. വേണ്ട മകളെ,
അവിടേക്ക് മകൾ പോയാൽ ദുഃഖമല്ലാതെ മറ്റൊന്നും മകൾക്ക് അവിടെ നിന്ന് കിട്ടില്ല.